ഹായ് ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ നനച്ചുള്ളി പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടു ഗൈസ്. അപ്പോൾ രാവിലെ കുറച്ച് തിരുമ്പണ്ടെന്ന് ഞാൻ എന്തായിട്ട് തിരുമ്പിട്ടിട്ടു ഗൈസ്. പിന്നെ കലക്കിപ്പാർന്ന അപ്പാണ്. അപ്പോൾ അതിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായിട്ട് പെട്ടെന്ന് അരച്ചിങ്ങാണ്ട് അപ്പം ചൂടാണ് ഗൈസ്. എന്ന് വെച്ചാൽ നമുക്ക് നനച്ചുള്ളി പരിപാടി നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ കുറേയൊക്കെ തീർക്കണം എന്നാണ്. മാഷാ അൽഹംദുലില്ലാഹ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കുറേ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അടുക്കളയിലത്തെ എന്താ പറയുക ഇതുണ്ടാവില്ലേ, പാത്രം വെക്കുന്ന സ്ഥലം തന്നെ ഉള്ളൂ കേട്ടോ. ആദ്യം കഴുകാൻ ഞാൻ എന്താട്ടി ഹാളത്തെ സോക്കേസായിട്ട് നേരാക്കാൻ തന്നു കേട്ടോ. എൻ്റെ പിന്നാലെ എന്ത് പണിയെടുക്കുമ്പോഴും എൻ്റെ കുട്ടികളുണ്ടാവും കേട്ടോ ഗൈസ്. ഞാൻ എടുത്തരാണ്ട് രണ്ടാളും ഓരുണ്ടാവട്ടെ എന്ത് പണിയെടുത്ത് തരും കേട്ടോ. ഞാൻ പറയും നിങ്ങളൊന്നും എടുക്കണ്ടേ, നമ്മളെ പിന്നാലെ ഹെൽപ്പറായിട്ട് പോലെ എപ്പോഴും ഉണ്ടാവും. ഓൽക്കാണ് എൻ്റെ പിന്നാലെ ഹെൽപ്പറായിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ പറയും നിങ്ങളെ കളിച്ചു വരുന്നത് ഇല്ല, ഞങ്ങളും ഉണ്ട് ഉമ്മാക്ക് പണിയെടുത്ത് തരാം, ഞങ്ങളുണ്ട്, എന്നാൽ ആയിക്കോട്ടെ എന്നാൽ നിങ്ങൾ എടുത്തോളുന്നതാണ്. എന്താ മറ്റോന് വലിയോനൊരു തുടപ്പ് എടുത്തിട്ട് ഓനും തുടക്കണം കേട്ടോ ഗൈസ്. മറ്റൊരു തുടപ്പ് എടുത്തിട്ട് ഓനും തുടക്കണം, രണ്ടാളും എടുത്തിട്ട് തുടപ്പ് ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ ഹാളത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പൊടി കുടിച്ചിരിക്കും കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ തുടക്കലുണ്ട്. പിന്നെ ഈ കാറ്റാവുകൊണ്ട് നല്ല പൊടിയല്ലേ, പിന്നെ എങ്ങനെ ഈ പൊടികളൊക്കെ വന്നത് എന്ന് നമുക്കറിയില്ല. നമ്മൾ ഈ നനച്ചുള്ളിപ്പണി എടുക്കുമ്പോഴില്ലേ നമ്മൾ കരുതി പഠിച്ചോനെ നമ്മളെ പെരയിലുള്ള എന്തത് ചളിയും അതേപോലെ തന്നെ അത് പൊടിയൊക്കെ തന്നെയാണ്, ഇതൊക്കെ എവിടുന്നാണ് വന്നിക്കിടുന്നത് അല്ലേ. നമ്മൾ ഓരോ ഭാഗങ്ങളും സോഫൻ്റെ അടിഭാഗം, സോഫ നമുക്ക് അങ്ങനെ നമ്മളിപ്പോഴും നീക്കുമല്ലോ, സോഫൻ്റെ ആ ഭാഗങ്ങളൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുന്നത്. അൽമാറ നീക്കി അവിടുന്ന് പൊടി, എവിടുന്നൊക്കെ പൊടികൾ വരുന്നത്, എവിടെ അവിടെയൊക്കെ പണികളാണ്. തൊട്ടടുത്തൊക്കെ പണിയാണ് അറിയില്ല, അതേപോലെയാണ് ഗൈസ്. അങ്ങനെ അടുക്കള പിന്നെ പറയണ്ടല്ലോ, അടുക്കളയിൽ തലക്കുന്നൊരു തല വരെ അല്ലാഹുവേ, അടുക്കളയിൽ നിന്നാലാണ് ഈറ വരിക. എവിടെ നേരാക്കിയാലും ഗജ്ജൂല അടുക്കള. അങ്ങനെ നമ്മളെന്താട്ടി ഒക്കെ നേരാക്കൽ കഴിഞ്ഞിട്ട് എന്താട്ടി ജനലോട് തുറന്നിട്ടോ, അത് പെട്ടെന്ന് തുറക്കാൻ നിൽക്കട്ടെ ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റുണ്ട്. ഞാൻ എളുപ്പം ജനലാണ് തുടച്ചിട്ട് എന്താ പറയുക, എന്നിട്ട് പിന്നെ അത് അടച്ചിടാൻ എന്ത് കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുറന്നിട്ട് കാര്യമില്ല, കുറേ നേരം തുറന്നിട്ട് കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫുള്ള് പൊടി നമ്മളെ പെരയുടെ ഉള്ളിൽ തന്നെ കയറും. അപ്പോൾ ഇതത് ഗൈസ് നമ്മളെ പെരയുടെ അപ്പത്തെ അവസ്ഥ കേട്ടോ ഗൈസ്. ആകെ വലിച്ചിട്ട് കേട്ടോ. ഒരു തല ഞാൻ പറഞ്ഞില്ലേ, ഒരു തല തൊട്ടാൽ പിന്നെ ഒക്കെ എല്ലായിടത്തും നേരാക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഫുള്ളായിട്ടാണ് ഇതായി കേട്ടോ. നമ്മൾ ഫാനും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക്, ഫാനൊക്കെ പിന്നെ എന്താ പറയുക ഫുള്ളായിട്ട് തുടച്ചിട്ടോ, എല്ലാ ഫാനോടും തുടച്ചിട്ടോ ഗൈസ്. എന്താ ഫാനുമ്പത്തൊക്കെ പൂട്ടിച്ചിട്ടാന്ന് പറയും. ഞാൻ ചൂലോടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തട്ടും. പക്ഷേ എന്താ പറയുക എപ്പോഴൊന്നും ഇപ്പം നമുക്ക് നേരെ തുടക്കാൻ വയ്ക്കില്ലല്ലോ. അതിന് ഫാൻ തുടച്ചതിന് ശേഷം ഭയങ്കര കാറ്റ് ഫാന്. ഇത് നമ്മൾ പുതിയ ക്ലാസ് ആട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പഴയ ക്ലാസ്സൊക്കെ അവിടെ മാതിരി പുതിയ ക്ലാസ്സൊക്കെ വെച്ചിട്ട് ഗൈസ്. എന്താ ഇപ്പോൾ കുറേ എടുത്ത് വെച്ചിട്ട് എന്താ കാര്യം. നമ്മളെപ്പോഴും പറയും ഫുള്ള് സാധനങ്ങൾ എടുത്ത് വെച്ചാൽ ഒക്കെ വിരുന്നേരും എന്നാലൊക്കെ നമ്മൾ കൊടുക്കുക. പക്ഷെ നമ്മളതിലൊന്നും കുടിച്ചില്ല. എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമില്ല കേട്ടോ. നമ്മൾ വിരുന്നേരും കൊടുക്കണം, നമ്മളും കുടിച്ചില്ല. ഞാൻ അങ്ങനെയാണ്. ഞാനോരോ പാത്രങ്ങൾ മാറ്റി എപ്പോഴും എടുക്കട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിച്ചിട്ട് കാര്യമില്ല, എടുത്തുവെച്ച കേടരക്കാരം. പിന്നെ ഗൈസ് ഇതായിട്ട് നമ്മൾ പെരടപ്പത്തെ അവസ്ഥ. ഫുള്ള് പണിയും കേട്ടോ ഗൈസ്. എന്തായിരുന്നു അല്ലേ പെരയുടെ ഉള്ളൊക്കെ. അല്ലാ, ഈ കോലാക്കി വെച്ചേ അറിയുള്ളൂ. ഒരു തലക്കുന്നൊരു തല വരാറുണ്ട്. രാത്രി പിന്നെ 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തുടക്കാൻ നിന്നപ്പോൾ തന്നെ പിന്നെ ഒരു മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരാക്കാനും നിന്നു ഗൈസ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഗൈസ്. അങ്ങനെയൊക്കെ ഫുള്ള് പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ എൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നില്ല, അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടു ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഭാഗത്തൊക്കെ വെച്ച് ഇങ്ങനെ അടപ്പില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒക്കെ തുറമുഖമായിട്ട് ഇങ്ങനെ കിടക്കണ പോലെ. പിന്നെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നിലൊക്കെ ആ കൂടിൻ്റെ മുകളിൽ നേരെ വൃത്തിക്ക് അടുക്കി വെച്ചിട്ടോ ഗൈസ്. അപ്പോൾ റേക്കുമ്പൊന്നും എല്ലാ സാധനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഗൈസ്. പിന്നെ മീനുണ്ടായിരുന്നു, അത് ഞാൻ എന്താ വെച്ചാൽ കറി വെക്കാൻ കരുതി. കുറച്ച് പൊരിക്കും ചെയ്തിട്ടോ. ഇത് എന്താ പറയുക കറി വെക്കാനല്ല കേട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി കുട്ടികൾക്ക് പൊരിച്ച് കൊടുക്കുക കേട്ടോ ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എരിവെല്ലാം പറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും നല്ല മഞ്ഞപ്പൊടി ഇടും. അങ്ങനെയാണ് ചെയ്യല്, നല്ല മഞ്ഞപ്പൊടി ഇട്ടോ. ഓൾക്ക് പൊരിച്ചിൽ വേറെ ഒന്നും ഇടൂല കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ അടുക്കളയിൽ നിന്ന് ബൈ പറഞ്ഞ് പോരുകയാണ്. പിന്നെ നമ്മളെ പുതിയപ്പള വന്നപ്പോൾ എന്തായിട്ടിരിക്കണം, നമുക്ക് അവൽ മിൽക്കൊക്കെ കൊടുന്നു കേട്ടോ. അങ്ങനെ കേസ് നമ്മൾ അവൽ മിൽക്കൊക്കെ കുടിച്ചിട്ടോ. ഞാൻ ഒരു നനച്ചുള്ളിപ്പണിക്ക് ഇതായിട്ട് കുഴങ്ങിയിട്ട് മേടിച്ച് നിൽക്കണം ആറിനോ. അങ്ങനെ കേസ് നമ്മൾ വീഡിയോ ഇഷ്ടം ലൈക്ക് കമൻറ്റ്